എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വൻപയർ തോരനാണ്. അതിനായിട്ട് ഈ 1.5 കപ്പ് വൻപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകിയതിന് ശേഷം ഞാനൊരു 3 മണിക്കൂറായിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. 2 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ ഇത് കുതിർത്ത് വെച്ചാൽ മതി. ഒരിക്കലും തലേദിവസം രാത്രിയോ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ രാവിലെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇത് ഉണ്ടാക്കണമെങ്കിൽ ചിലർ തലേദിവസം രാത്രിയിൽ കുതിർത്ത് വെക്കാറുണ്ട്. അപ്പോൾ എന്നാന്ന് ഇതിനൊരു ബാഡ് സ്മെല്ല് രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരും. അതുകൊണ്ട് 2 to 3 അവേഴ്സും കൊണ്ട് കുതിർത്ത് വെച്ചാൽ മതി. അഥവാ കുതിർത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കുക്കറിനകത്തൊരു 4-5 വിസിൽ അടിച്ചിട്ട് ഉണ്ടാക്കാം. അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഈ കുതിർത്ത് വെച്ചിട്ട് വൻപയർ തോരൻ ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതേപോലെ തന്നെ വൻപയർ നന്നായിട്ട് കഴിഞ്ഞ ശേഷം മാത്രം കുതിർത്ത് വെച്ചാൽ മതി. ഒരിക്കലും കുതിർത്ത് വെച്ചിട്ട് പിന്നെ അത് കഴുകാൻ നിൽക്കില്ല, കാരണം അതിനകത്ത് ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പം ഇങ്ങനെ ഏത് സാധനമായാലും, അത് ചെറുപയറായാലും വൻപയറായാലും കടലയാണേലും നമ്മൾ ഇഡ്ഡലി മാവിന് അരയ്ക്കുന്നതിനൊക്കെ എല്ലാം തന്നെ കുതിർത്ത് വെക്കുന്ന എല്ലാ സാധനങ്ങളും നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ കുതിർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാനൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. അതിന് ശേഷം നമുക്ക് വൻപയർ തോരൻ തയ്യാറാക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയ അരപ്പ്: 1/2 മുറി തേങ്ങ വേണം, 2 ചുവന്നുള്ളി, 1 വെളുത്തുള്ളി, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടിയത് കറിവേപ്പില വേണം, പിന്നെ ഉപ്പ് വേണം. അപ്പോൾ ഇതെങ്ങനെ രുചികരമായിട്ട് വൻപയർ തോരൻ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ വൻപയർ ആദ്യം വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഗ്യാസ് ഓണാക്കി ഒരു ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലൂടെ അടിക്കുമ്പോഴത്തേക്ക് ഞാൻ തീ ഓഫ് ചെയ്യും. കുതിർത്ത് വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് റെഡിയാകും. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചിട്ട് വരാം. പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. കാരണം ചിലപ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അടിക്കുമ്പോഴത്തേക്ക് അതൊന്നും അരയത്തില്ല. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങയും ജീരകവും മഞ്ഞളും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഫൈനായിട്ട് അരക്കരുത്, ക്രഷ് ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ. കണ്ട, നമ്മുടെ ഇത് അരപ്പ് ഞാൻ അരച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ അരപ്പാകാവുള്ളൂ, ഒത്തിരി ഫൈനായിട്ട് അരക്കല്ലേ, ഒന്ന് ചതച്ചെടുക്കുക മാത്രമേ ഉള്ളൂ. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് രുചികരമായിട്ട് വൻപയർ തോരൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ഒരു കാര്യം പറഞ്ഞുപോയി. ഇതിന് വെള്ളം ഒഴിക്കുമ്പോൾ ഈ പയറിൻ്റെ നികത്തി മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. പിന്നെ ഇത് പറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ വെന്തിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെയും കുഴഞ്ഞു പോകും. അപ്പം ഇതിപ്പോൾ അത്യാവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഒത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കരുത്, ഇതിൻ്റെ നികത്തി മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്നതായിരിക്കും ഈ കറിക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് വെക്കാവുന്ന ഒരു തോരൻ തന്നെയാണ് വൻപയർ തോരൻ. വളരെ ഗുണമുള്ളതാണ്, പക്ഷെ വളരെ നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെയും കഞ്ഞിക്കും നല്ലൊരു കോമ്പിനേഷനാണ് വൻപയർ തോരൻ. നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇതിലോട്ട് 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ട് ഇതിലോട്ട് നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കുകയാണ്. തീ ഒരു ലോ ഫ്ലെയിമിൽ ഇടുക. അരപ്പ് ആദ്യം ഒന്ന് വേവണം. നമ്മുടെ മിക്സിയിൽ അരച്ച അരപ്പിൻ്റെ വെള്ളം ഉണ്ട്, അത് കുറച്ച് ഞാൻ ചേർക്കുകയാണ്. നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. വെന്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കുകയാണ്. ഇത് ഒഴിക്കുമ്പം ശ്രദ്ധിച്ചാൽ ഇതിനകത്ത് വെള്ളമുണ്ട്, ദേഹത്ത് വീഴാതെ പതുക്കെ ഒഴിക്കുക. നമുക്കിനി ഈ വെള്ളം എല്ലാം ഒന്ന് പറ്റിച്ചെടുക്കണം. തീ ഒരു ഹൈ ഫ്ലെയിം ഇട്ടിട്ട് ഈ വെള്ളം ഒന്ന് എല്ലാം പറ്റിച്ചെടുക്കാം.
കുറച്ച് വെള്ളമേ ഉള്ളൂ, അത് നമുക്ക് പറ്റിച്ചെടുക്കണം. അതായത് ഇത് ഈ കറി ഒരു ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇച്ചിരി കുഴഞ്ഞും ഇരിക്കണം. ഈ വൻപയർ നന്നായിട്ട് വെന്തിട്ട് കറി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. ഒരു വെള്ളമയവും പാടില്ല. അത്തേക്ക് കുറച്ച് വെള്ളമയം ഉണ്ട്, അത് നമ്മൾ ഇപ്പോൾ പറ്റിച്ചെടുക്കുവാണ്. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കട്ടെ. ഉപ്പെല്ലാം കറക്റ്റ് പാകമാണ്. അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 2-3 മിനിറ്റ് അടച്ച് വെക്കാം. പിന്നെ 2-3 മിനിറ്റ് ശേഷം നിങ്ങൾ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസായിട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതുപോലെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് എഴുതി അറിയിക്കാം. അതിനൊക്കെ തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതുമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.